എന്നെ ഇഷ്ടമാണ്. എന്റെ പ്രാണനാണ്. ഈ കഴുത്തിൽ താലികെട്ടി സ്വന്തമാക്കാൻ ഞാൻ കാത്തിരിക്കും. എനിക്കൊരു ശപഥമുണ്ട്. എന്റെ കഴുത്തിൽ ആണൊരുത്തൻ മാലയിട്ടാൽ ആ ശപഥം എനിക്ക് നിറവേറ്റാൻ പറ്റില്ല. കാര്യമെന്താണെന്ന് എന്നോട് പറയില്ലേ? എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന കുറുപ്പിന്റെ മക്കളോട് പകരം ചോദിക്കണം. അവരുമായിട്ടുള്ള അംഗത്തിൽ അങ്ങ് എന്നോടൊപ്പം വേണം. നിശ്ചയമായും അംഗത്വത്തിൽ ഞാൻ ഉണ്ടാവും. എന്റെ തമ്പുരാൻ എനിക്കൊരു വാക്ക് തരുമോ? സത്യമായി. കറുവഞ്ചേരിക്കാരോട് ഏറ്റുമുട്ടി അങ്കത്തട്ടിൽ ഞാൻ മരിച്ചു വീണാൽ ആണും തൂണുമില്ലാത്ത പാലൂര് തറവാടിന് അങ്ങ് താങ്ങും തണലുമാകണം. ഇല്ല ഇല്ല, അങ്ങനെ പറയരുത്. പകിട 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 12 6 1 4 പൊന്നാപുരം കാക്കും അമ്മേ. പകിട 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 12 മൂന്നൊറ്റ. പകിട 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 12. ഇളയരാജാവിന്റെ ഇന്നത്തെ കളി കെങ്കേമമാണല്ലോ. പൊന്നാവരത്തെ പൊന്നു മുഴുവൻ വാരുന്ന ലക്ഷണമാ. പകിട 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 ഉരുളുന്നില്ലല്ലോ. എന്താ കൈ മരവിച്ചു പോയോ? എറിഞ്ഞാലല്ലേ ഉരുളു. അയ്യോ പേര്. ആ കൈത്തണ്ടയിലെ രക്ഷയഴിച്ച് മാറ്റിയിട്ട് കളി തുടങ്ങാം. എന്തിന്? ഉടുവസ്ത്രം ഉരിഞ്ഞു വെച്ച് പകടക്കിരിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുമോ? എന്നാൽ ഞാൻ കളിക്കുന്നില്ല. പറ്റില്ല. നിർബന്ധമാണെങ്കിൽ ആചാരം ചെയ്ത് തോൽവിയേറ്റ് പോയിക്കോളൂ. ആചാരം ചെയ്യാൻ മൂപ്പൻ എന്റെ ഗുരുക്കളല്ല. ആചാരം ചെയ്യാതെ ഇവിടുന്ന് ആരും പോയിട്ടില്ല. ഓ, കൽപ്പിക്കുകയാണോ? അതെ. നിർത്തി. തൊട്ടുപോകരുത്. അയച്ചു നോക്കാനാണോ ഭാവം? അതെ. എന്നോട്? അതെ. പൊന്നാപുരൻ കേളുമൂപ്പിനോട് ഏറി കളിച്ചാൽ കേടുപറ്റും. നമ്മൾ മനസ്സിലാവും. പിന്നെ എന്റെ അകത്തമ്മ പുറത്തേക്ക് എഴുന്നള്ളിയത് ഉണ്ടോ? ഉണ്ടോ? നമ്മ മനസ്സിലായി. പിന്നെ അന്ന് തട്ടുംപുറം മോളിൽ വടിയെ മനസ്സിലായോ? പിന്നെ തിരുവടി. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അയ്യോ, ഞാൻ കോട്ടയിൽ കാവൽ നിൽക്കുക. ഇപ്പൊ പറ്റില്ല. അതല്ല, ഞങ്ങളെ അകത്തോട്ടൊന്ന് വിടണം. ഞങ്ങളുടെ ഇളയ രാജാവ് രാവിലെ ഇവിടെ പകൽ കളിക്കാൻ പോകുന്നതാ. ഇത്രയും നേരമായിട്ടും കണ്ടില്ല. ബ്രാഹ്മണർ, ഞാൻ ആൺ ബ്രാഹ്മണർ. ഇത് ഊട്ടുവരെയല്ല. ക്ഷമിക്കണം, ഇളയരാജാവ് കോട്ടയ്ക്കകത്തേക്ക് പോയിരിക്കുകയാണ്. ദക്ഷിണ വാങ്ങിക്കാൻ നിൽക്കുക. വാങ്ങും. ഇളയരാജാവ് കളിച്ചു തോറ്റ് ഇരുട്ടാനായാലും മൂപ്പൻ അടച്ചിട്ടിരിക്കുക. എന്റെ കാവിലമ്മേ, ദക്ഷിണ പോയോ? ഭക്ഷണം പോയോ? ഒരു ഉപകാരം ചെയ്യണം. എന്താ? ഈ 2 എണ്ണത്തിൽ ഒരെണ്ണത്തിന് ഈ രാത്രിയിൽ ഒരു ഉദവിക്കായിട്ടൊന്ന് വിട്ടുതരണം. പെരുമീൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു കേടും കൂടാതെ ഇതിനെ ഇങ്ങനെ എത്തിച്ചോളാം.
മാളു, ഞാൻ മാപ്പിരക്കുന്നു. മാളു പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഓ, പെൺവാക്ക് കേൾക്കുന്നത് പുരുഷന്മാർക്ക് കുറവല്ലേ? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു വിടിൻ. താക്കോൽ അമ്മാവന്റെ അറയിലാണ്. തുറന്നു വിട്ടാൽ തന്നെ കോട്ടയ്ക്ക് വെളിയിൽ പോകാൻ എളുപ്പമല്ല. ഈ വാതിലൊന്ന് തുറന്നു തന്നാൽ കോട്ടയ്ക്ക് പുറത്ത് കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ, ആരോ വരുന്നു. ആ, ഇങ്ങനെ ആലോചിച്ചിട്ട് ഒട്ടും താമസിയാതെ പൊന്നാവരം കോട്ടയിലേക്ക് പോകണം. ഇനി പൊന്നാപുരം കോട്ട പിടിക്കുക തന്നെ. പറയാൻ എളുപ്പം കഴിയും. ഏതായാലും ഇളയരാജാവിനെ ഉടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുകയാണ് വേണ്ടത്. ഉള്ള പണം കൊണ്ട് പകര കളച്ച് 7 മൂപ്പനെ കൊമ്പ് കുത്തിക്കണം. ആ കാര്യം ഞാൻ ഒട്ടും സമയം കളയരുത്. ഇല്ലേരായിരുന്നു. കന്നി വരൂ, ചങ്ങാതി പോകാം. നിങ്ങൾ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും തരാം. താഴത്തെ അറയുടെ താഴ്ന്ന് തുറന്നു കൊടുക്കൂ. അമ്മാവൻ അറിയരുത്. പാവം രാജകുമാരനെ തുറന്നു വിടുമോ? ഞാൻ ആ രാജകുമാരനെ അത്ര കണ്ട് സ്നേഹിച്ചു പോയി. പറയൂ, അമ്മാവൻ എത്തും മുൻപ് തുറന്നു വിടുമോ?